ഹായ്, കുറേ ആയല്ലേ നമ്മൾ സംസാരിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ സനു പോയതിന് ശേഷം നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, 1 മാസമായി. ആക്ച്വലി ലൈഫിൻ്റെ പേസ് ഒന്ന് മാറി സനു പോയപ്പം. കുറേ കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടി, ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂ ഉണ്ട്. അതൊക്കെ ഒന്ന് ശരിയായി വരുന്നേ ഉള്ളൂ. ആക്ച്വലി എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ തിരിച്ച് വരുമ്പോഴും കുറേ ചേഞ്ചസ് വരും. അപ്പോൾ ഇത് നമ്മുടെ ലൈഫിൽ എല്ലാ വർഷവും 1-2 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഈ ഒരു ചേഞ്ച് ഓഫ് പേസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നേ, എനിക്കറിയാവുന്ന ആർക്കെങ്കിലും, കല്യാണം കഴിക്കാത്ത ആർക്കെങ്കിലും ഒരു സെയിലറിൻ്റെ കല്യാണാലോചന വരുവാണെങ്കിൽ ഞാൻ എന്തായിരിക്കും അവർക്ക് അഡ്വൈസ് ചെയ്യുക? അവർ കല്യാണം കഴിക്കാൻ പറയുമോ അത് കല്യാണം കഴിക്കണ്ടെന്ന് അഡ്വൈസ് ചെയ്യുമോ? എന്ന് വെച്ചാൽ സെയിലറിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് ഈസി ആണോ ഈസി അല്ലയോ എന്നൊക്കെയായിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറേ പോസിറ്റീവ്സ് ഉണ്ട് കേട്ടോ നമ്മളൊരു സെയിലറിനെ കല്യാണം കഴിച്ചാൽ. അന്ന് കുറച്ച് നെഗറ്റീവ്സും ഉണ്ട്, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചേ നമുക്കിനി അടുത്ത വീഡിയോയിൽ അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എല്ലാവർക്കും കുറച്ച് അഭിപ്രായങ്ങളുണ്ടാവില്ലേ ഇതിനെ പറ്റിയിട്ട്? എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നു പോസിറ്റീവ്സ് നെഗറ്റീവ്സ്? ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുമോ? ഞാൻ കുറച്ച് പേരോട് സംസാരിച്ചപ്പോൾ പൈസ, കൂടുതൽ സമയം ഒരുമിച്ച്, ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പറയൂ കേട്ടോ.